പള്ളിക്കുന്ന് MLA ആണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടോട്ടിയിലെ MLA ആയിരുന്നു. പള്ളിക്കുന്ന് മണ്ഡലം എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് എയർപോർട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കിൻഫ്രയും തുല എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രവും തീരദേശവും എല്ലാം കൂടി ചേർന്നൊരു മണ്ഡലമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുകയാണ്. ലോകത്തോളം അത് വളർന്നു വന്നിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയുള്ള പ്രാധാന്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും പുതിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും ഒക്കെ പ്രത്യേകിച്ച് ഞാൻ ലക്ഷ്യമായി കാണുകയാണ്. കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള 9 എയർപോർട്ടുകളിൽ ഒന്ന് കാലിക്കറ്റ് എയർപോർട്ടാണ്. ഈ എയർപോർട്ടിലേക്കുള്ള ഒരുപാട് പ്രത്യേകിച്ച് കൺവെയൻസസ് അത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി ഇപ്രാവശ്യം തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നൊരു സങ്കല്പത്തിലൂടെ നാഷണൽ ഹൈവേ 66 നിന്നും കോഹിനൂരിൽ നിന്ന് ആരംഭിച്ച് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് നേരിട്ടെത്തുന്ന ഒരു എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ വെക്കുകയും അങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി കാലിക്കറ്റ് എയർപോർട്ടിലെ ഈ അങ്ങോട്ടുള്ള യാത്രക്കാരുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിന് പുറമെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കിൻഫ്രയും അതോടൊപ്പം തന്നെ ഏകദേശം 150ഓളം സ്റ്റാർട്ടപ്പുകളാണ് പ്രത്യേകിച്ച് കാക്കഞ്ചേരിയിലുള്ള കിൻഫ്രയിലുള്ളത്. ഈ കിൻഫ്രയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഇനി തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്പുകൾക്കും സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. പലർക്കും പുതിയ സംരംഭകർക്ക് സ്പേസ് കൊടുക്കാൻ മാത്രം പ്രത്യേകിച്ച് ഭൂമിശാസ്ത്രപരമായിട്ട് സ്പേസ് കുറവുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് കൂടുതൽ സ്പേസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അത് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് മോഡലാണ് പ്രവർത്തിക്കുന്നത്. അതിനെ സർക്കാർ കോളേജായി പരിവർത്തിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിന് മറ്റൊക്കെ സൗകര്യമുണ്ടെങ്കിലും അവിടെയുള്ള UG കോഴ്സുകൾ ഉള്ള ഒരു കോളേജ് കാലിക്കറ്റ് പ്രത്യേകിച്ച് ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോളേജ് പുതിയ ന്യൂജൻ കോഴ്സുകളോട് കൂടിയുള്ള ഒരു പ്രോഗ്രാമുകളോടുകൂടിയുള്ള ഒരു കോളേജ് തുടങ്ങുക എന്നുള്ളത് വള്ളിക്കുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യവും ഞങ്ങളുടെ സ്വപ്നവുമാണ്. വള്ളിക്കുന്നിലെ ജനങ്ങൾ ഒട്ടാകെ ആവശ്യപ്പെടുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഫയർ സ്റ്റേഷൻ ഇല്ലായിരുന്നു. ആ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഈ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ബജറ്റിൽ തുക നീക്കി വെച്ചു. അത് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് വള്ളിക്കുന്നിലെ ജനങ്ങൾ ഏറെ ആശ്വാസത്തോടും അതേറെ ആവശ്യത്തോടും കൂടിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വള്ളിക്കുന്ന് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ എല്ലാ തലത്തിലും ഉയർത്തപ്പെടേണ്ടതുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്തി ആ റെയിൽവേ സ്റ്റേഷനെ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യേകിച്ച് വള്ളിക്കുന്നുകാരുടെ ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങണം. അതോടൊപ്പം തന്നെ ആനങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് വളരെ അത്യാവശ്യമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അത് സാധിച്ചെടുക്കണം. എല്ലാറ്റിനും ഉപരി ഈ വള്ളിക്കുന്നിലെ ആനങ്ങാടി പ്രദേശത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അവർ ഇരട്ട വീടുകളിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ വീടുകളൊക്കെ ഒറ്റ വീടാക്കിയിട്ട് അവരെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 2018 പ്രളയ കാരണം തീരദേശ ഹൈവേ ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ആനങ്ങാടി പ്രദേശത്ത് 217 മീറ്ററോളം മുറിഞ്ഞു പോയിട്ടുണ്ട്. വള്ളിക്കുന്ന് മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യമാണ് തുറന്നു കാണിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രത്യേകിച്ച് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പുതുതായി പ്രത്യേകിച്ച് കേരളത്തിൽ UDFൻ്റെ ഭരണം കേരളത്തിലെ വികസന രംഗത്ത് ഒരു പുതിയ ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ആ ഉണർവിൻ്റെ ഭാഗമായി പുതിയ പദ്ധതികളും സംവിധാനങ്ങളും വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ തുല എന്ന് പറയുന്ന ലോകത്ത് പരീക്ഷിക്കപ്പെടുന്ന ഒരു പുതിയ ചികിത്സാ രീതി വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ട്. അത് ലോകപ്രശസ്തനായ ടെക്നോളജിസ്റ്റ് ഫൈസർ കുട്ടിക്കൂറ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഈ തുലൈ എന്ന് പറയുന്ന 3 ചികിത്സാ രീതികളെയും ഒരേസമയം തന്നെ അലോപ്പതിയെയും ആയുർവേദത്തെയും സാമ്പ്രദായികമായ മറ്റു ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികളുമൊക്കെ തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വേൾഡിലെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന് പറയാവുന്ന ഒരു ആരോഗ്യ കേന്ദ്രവും ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് വള്ളിക്കുന്നിനെ പ്രത്യേകമാക്കുകയാണ്. ഈ പദ്ധതികളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക, ഇതെല്ലാം പൂർത്തീകരിക്കുക, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഞാൻ ലക്ഷ്യമാക്കുന്നത്.